അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി എങ്ങനെയാണ് കൃപാസനത്തെത്തിയത്, ചേച്ചിയുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമെന്ന്. ഞാൻ കൃപാസനത്തെത്തിയത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് എൻ്റെ അമ്മയാണ് പോയി ഉടമ്പടി എടുത്തത്. എൻ്റെ ആൻറ്റി മുഖേനയാണ് ഞങ്ങൾ പോയി അവിടെ കാണുന്നത്. ഞാനും അമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ ആ പള്ളി ചെയ്യുന്ന സമയത്ത് ഇതെന്താ ഈ ഒരു കളറുള്ള മാതാവ്, ചാര കളറുള്ള മാതാവ്, ഫസ്റ്റ് എൻ്റെ മനസ്സിലോടിയത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു തോന്നിയത്. വിശ്വാസം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എല്ലാ മാതാവിനോട് നമുക്കുള്ള വിശ്വാസം അതേപോലെ തന്നെ അവിടെയുള്ള ഒരു വിശ്വാസത്തിലും ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു തോന്നിയത്. നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മാതാവിനെയല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് പേടി തോന്നിയത്. അപ്പം അമ്മ എന്നിട്ട് ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്നു. ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഉടമ്പടിയിലുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാനും അമ്മയുടെ അടുത്ത് പോയിട്ട് തിരി കത്തിച്ച് ഞങ്ങളെല്ലാവരും, ഞാൻ മുട്ടൂത്തി ഞാനും അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും വലിയ വിശ്വാസമില്ല. ഇങ്ങനെ മാതാവാണ് അമ്മ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാനും പ്രാർത്ഥിച്ചു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് അമ്മ കാശ് രൂപ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ നെറ്റിയിൽ തൈലം തൂത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. അന്ന് എനിക്കൊരു പേടിയും തോന്നിയിട്ടില്ല. എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റി, നല്ല മാർക്കും കൂടെ മേടിച്ചു ഞാൻ. അത് കഴിഞ്ഞ് മാർക്ക് വന്ന റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കായിരുന്നു. എനിക്കൊരു അഹങ്കാരം വന്നത് ഞാൻ മേടിച്ച മാർക്കാണ്, അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് വന്നു. എന്നിട്ട് അങ്ങനെ ഈ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ +1 കയറി. ഞാൻ സയൻസ് ഗ്രൂപ്പായിരുന്നു എടുത്തതും. ആ +1 കയറിയ സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലപോലെ കളിച്ചു. അതിന് ഞാൻ +1 2 സബ്ജക്റ്റ് ഞാൻ തോക്കുകയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 സബ്ജക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇനി ഒന്നെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അല്ലെങ്കിൽ നമ്മൾ +2 ആ എക്സാമിൽ നമ്മൾ എഴുതിയെടുക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ വല്ലാതെ തകർന്നു പോയി. എൻ്റെ അഹങ്കാരത്തിനുള്ളതാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ഇത്ര ടൈം എടുത്തു. അങ്ങനെ ഞാൻ +2 കയറി. ആ സമയത്ത് ഞാൻ വളരെയധികം ഒതുങ്ങി. ഞാൻ എന്താക്കി, ഞാൻ പഠിക്കാൻ വീണ്ടും തുടങ്ങി. എല്ലാം കളികളും മാറ്റി വെച്ച് പഠിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസം പള്ളിയിൽ പോയിട്ട് ഞാൻ എൻ്റെ +2 ക്ലാസ്സുകളിലേക്ക് ഞാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു. പറ്റുന്ന ദിവസങ്ങളിലൊന്നും ഞാൻ മുടക്കുകയില്ല. എനിക്ക് എത്രമേൽ വയ്യായികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ നേരത്തെ സ്കൂളിൽ പോകേണ്ട അവസ്ഥ വന്നാലോ മാത്രമായിരുന്നു ഞാൻ കുർബാന മുടക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പിന്നെ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ +2 എക്സാം കഴിഞ്ഞു. +2 എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ കാശ് രൂപം, തൈലം ഇതൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. +1 ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സമയത്ത് എന്തൊക്കെയോ കളിയായിരുന്നു. ആ കളിക്കുള്ളതൊക്കെ അഹങ്കാരത്തിനുള്ളതായിരുന്നു എനിക്ക് +1 കിട്ടിയത്. അങ്ങനെ +2 കുഴപ്പമില്ലാതെ ഞാൻ പഠിച്ചു. അതേപോലെ തന്നെ എൻ്റെ പരിശുദ്ധ അമ്മ എക്സാമിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. റിസൾട്ട് വരുന്നതിൻ്റെ ആ ദിവസം എനിക്ക് ഭയങ്കര പേടി. നമുക്കറിയാം +1 മാർക്കും കൂടെ വേണം എനിക്ക് +2 പാസ്സാവാൻ. അപ്പോൾ ഞാൻ ഡബിൾ പാസ് മേടിക്കണം, എന്നാലേ ഞാൻ +2 ജയിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളിങ്ങനെ ബാക്കി എല്ലാവരും കളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മൂലയ്ക്ക് മാറിയിരുന്നിട്ട് ആ സമയത്തായിരിക്കും എല്ലാവരും ആ ഒരു ടൈം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും കളിയും ചിരിയും ബഹളവും ആയ സമയത്ത് ഞാനൊക്കെ മൂലയായിരുന്നു. നമുക്കത് കണ്ടിട്ട് വേണ്ട, ഇതൊന്നും വേണ്ട, എങ്ങനെയൊക്കെ ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മേനെ പിടിച്ചാൽ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ആ ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് മുട്ടേ കുത്തിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് എനിക്ക് വേഗം മുല്ലപ്പൂൻ്റെ സ്മെല്ല് വന്നു. അതേപോലെ അമ്മ എൻ്റെ അടുത്ത് വന്നു, വേഗം ഒരു മിന്നായം പോലെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഉറപ്പാണ് അമ്മ എൻ്റെ കൂടെയുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ തന്നെ തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു എന്തായാലും അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ എക്സാമിൽ പാസ്സാവും. എന്നാലും നല്ല പേടിയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ +2 മാർക്ക് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഡബിൾ പാസ്സായി. എല്ലാത്തിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മാർക്കും ഉണ്ട്. ഞാൻ പാസ്സാകണം, എനിക്ക് ഒത്തിരി മാർക്ക് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പാസ്സായി കിട്ടിയാൽ മതി. എത്ര മാത്രം നമുക്കറിയാം, നമുക്ക് തോൽക്കുമ്പോൾ അറിയാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പാസ്സെങ്കിലായി കിട്ടിയാൽ മതി എന്ന് നമുക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ആ എക്സാം പാസ്സായത്. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് എൻ്റെ പരിശുദ്ധ അമ്മ കേട്ടോ. കാരണം ഞാൻ അതാണ് നിങ്ങളോട് പറഞ്ഞത്, കൂടുതലും എക്സാം പോകുന്ന പിള്ളേർ. അപ്പോൾ അവരോടാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമ്മമാത നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം അനുഭവം കൊണ്ടാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. എനിക്കൊരു അനുഭവം കിട്ടി, ആ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഇതാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഞാൻ അമ്മേനെ കൂടുതൽ ഞാനിപ്പോൾ അടുത്തറിയുന്ന നിമിഷങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കൂടുതൽ എനിക്ക് പരിശുദ്ധ അമ്മയോട് അടുക്കാൻ പറ്റി. അതും എനിക്കറിയില്ല അതെങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്ക് പരിശുദ്ധ അമ്മയോട് കൂട്ടുപിടിച്ചാൽ നമുക്കൊന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമായിട്ട് തന്നെ കിട്ടും.